ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീ മൂകാംബിക അമൃത വിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി. ഈ വരുന്ന വർഷം, അതായത് 1200 ആണ്ട് ചിങ്ങമാസം 1 തീയതി മുതൽ കർക്കിടക മാസം വരെ, മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത്. ചിങ്ങമാസം 1 തീയതി മുതലുള്ള പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യേണ്ടുന്നതാണ്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ കാൽപാദവും ചേർന്ന മേടക്കൂറുകാർക്ക് എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം. 2-ാം ഭാവത്തിൽ വ്യാഴവും 11-ാം ഭാവത്തിൽ ശനിയും ഒക്കെ സഞ്ചരിക്കുന്നൊരു കാലമാണ്. ഈയൊരു വർഷക്കാലം പൊതുവെ ഗ്രഹാന്തരീക്ഷമൊക്കെ വളരെ നന്നായിരിക്കും. ഗ്രഹോപകരണങ്ങൾ, വിശേഷ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഒക്കെ വാങ്ങിക്കുവാൻ പറ്റുന്ന ഒരു സമയവും, ശത്രുക്കളായിട്ടുള്ള വ്യക്തികളൊക്കെ ശത്രുതകളൊക്കെ വെടിഞ്ഞ് മിത്രങ്ങളായിട്ട് വന്ന് ചേരുവാൻ സാധ്യതയൊക്കെയുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സുഖം ഒക്കെ ലഭിക്കുന്ന ഒരു സമയവും, കുടുംബത്തിൽ വളരെയധികം സുഖങ്ങളുണ്ടാകുന്നൊരു സമയവും ഒക്കെയാണ്. അധിക ചിലവൊക്കെ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുവാനും ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ്. വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരും അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലവും കൂടിയാണ്. ചികിത്സകളും ശ്രദ്ധകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ പോകാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം പണച്ചെലവ് പ്രതീക്ഷിക്കാതെ തന്നെ ഉണ്ടാകുവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഗ്രഹോപകരണങ്ങൾ മറ്റും വാങ്ങുന്ന സമയങ്ങളിലും, അതുമാത്രമല്ല ധനം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ, പണം ഇടപാട് നടത്തുന്ന വ്യക്തികളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. മാനസികപരമായിട്ടുള്ള ആദിയും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സന്തോഷപ്രദമായിട്ടുള്ളൊരു കുടുംബജീവിതമൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു വർഷമാണ്. അതുപോലെ തന്നെ ദാനാദി കർമ്മങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുന്ന കൂറുകാരായിരിക്കും ഈ മേടക്കൂറുകാർ. ദാനാദി സത്കർമ്മ അഭിരുചി ഉണ്ടാകുവാൻ സാധ്യതയുള്ള കൂറുകാരാണ്. ഈ ഒരു വർഷം ദാനങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് സാധാരണയായിട്ട് പൊതുവായിട്ടുള്ളൊരു ഫലം. ദോഷങ്ങളൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ജാതകപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ അതിൻ്റെ നിശ്ചയിച്ചിരിക്കുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടുന്നതാണ്. ദശാപരമായിട്ട് ഓരോരുത്തർക്കും ഓരോ ദശാകാലങ്ങളും ഒക്കെ ആയിരിക്കും. അതൊരു പൊതുഫലമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇത് സാധാരണ ഒരു പൊതുഫലമാണ്. ഇപ്പോൾ ജാതകവശാൽ നല്ല സമയമാണെങ്കിൽ നല്ലത് അനുഭവിക്കും. ദോഷ സമയമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ദോഷത്തിൻ്റെ അവസ്ഥയെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥനകളും പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടുന്നതാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ശ്രദ്ധിക്കേണ്ടതാണ്. മേടക്കൂറുകാരായിട്ടുള്ള അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ കാൽപാദവും ചേർന്ന മേടക്കൂറുകാരായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു കൊല്ലവർഷം വളരെ നല്ലതായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.